ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളിലൊന്നായ ചോതിയളവിന് ആവശ്യമായ നെല്ല് ക്ഷേത്രത്തിലെത്തിച്ചു. ആറന്മുള പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി ചെയ്ത 51 പറ നെല്ലാണ് ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിച്ചത്. ഇനി ഇവിടെ നിന്നും തിരുവോണത്തോണിയിലേക്ക് ഉൾപ്പെടെ അരിക്കായി അളന്നു നൽകും. ആറന്മുള, മല്ലപ്പുഴശ്ശേരി, തോട്ടപ്പുഴശ്ശേരി, നാരങ്ങാനം ഭാഗങ്ങളിലെ വയലുകളിൽ കൃഷി ചെയ്തു കിട്ടിയ ആദ്യകറ്റകൾ ആറന്മുളയിലെ കാർഷിക സംസ്കൃതിയുടെ പ്രതീകമായ പുത്തരിയാലിൻ ചുവട്ടിലെത്തിച്ചു. കർഷകനായ ഉത്തമൻ കൃഷി ചെയ്ത നെല്ല് ആറന്മുള വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഘോഷയാത്രയായാണ് എത്തിച്ചത്. അവിടെ പള്ളിയോട സേവാസംഘം പ്രസിഡന്റ് കെ വി സാമ്പദേവൻ, പന്തളം കൊട്ടാരമംഗം മൂലം തിരുനാൾ ലതിക തമ്പുരാട്ടിക്ക് നെല്ല് കൈമാറി. കാർഷിക പാരമ്പര്യത്തിന്റെ മകുടോദാഹരണമാണ് ചോതിയളവെന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നത്. പണ്ട് കാലം മുതൽ തിരുവോണത്തിന് മറ്റ് ഓണ ദിവസങ്ങളിലും ആഘോഷോത്സവം കൊണ്ടാടുന്നതിനായി പാവപ്പെട്ടവർക്ക് നെല്ല് വിതരണം ചെയ്യുകയും ആ നെല്ല് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി അരിയാക്കി വിഭവസമൃദ്ധമായി ഊണ് കഴിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് നമുക്കുണ്ടായിരുന്നത്. കാലക്രമത്തിൽ അത് ഒരു അനുഷ്ഠാനമായിട്ട് മാറുകയും അത് ആറന്മുള ക്ഷേത്രത്തിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു. വാദ്യഘോഷങ്ങളോടെ ക്ഷേത്ര കൊടിമരച്ചുവട്ടിൽ വെച്ച് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആർ രേവതി നെല്ല് ഏറ്റുവാങ്ങി. ആറന്മുള പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി ചെയ്ത 51 പറ നെല്ലിൽ ഒരു പറ പാർത്ഥസാരഥിയുടെ നടക്കിലും ഓരോ പറ വീതം കണ്ണങ്ങാട്ടുമഠം, കടവന്ത്രമഠം, നാരങ്ങാനം മടത്തുംപടിയില്ലം എന്നിവർക്കും 47 പറ നെല്ല് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുമാണ് അളന്നു നൽകുക. അമൃത ന്യൂസ്, പത്തനംതിട്ട.